ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് 5-ാം ദിവസം എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 20-ാം വാക്യം. വെള്ളത്തിൽ ജലജന്തുക്കൾ കൂട്ടമായി ജനിക്കട്ടെ, ഭൂമിയുടെ മീതെ ആകാശവിതാനത്തിൽ പറവജാതി പറക്കട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. സൃഷ്ടിയുടെ 5-ാം ദിവസത്തിൽ ദൈവം ധാരാളം ജീവജാലങ്ങളെയും പക്ഷികളെയും മത്സ്യങ്ങളെയും സൃഷ്ടിച്ചു. ഓരോ ജീവവർഗവും ഒരു പ്രത്യേക രീതിയിലാണ് സൃഷ്ടിക്കപ്പെട്ടത്. വലിയ കഴുകന്മാർ മുതൽ ചെറിയ ഹമ്മിങ് പക്ഷി വരെ ദൈവം അവയെ അത്ഭുതകരമായി സൃഷ്ടിച്ചു. കർത്താവായ യേശു പക്ഷികളെ ചൂണ്ടിക്കൊണ്ട് മത്തായി സുവിശേഷം 6-ാം അധ്യായം 26-ാം വാക്യത്തിൽ ആകാശത്തിലെ പക്ഷികളെ നോക്കുവീനെന്നും അവർ വിതയ്ക്കുകയോ കൊയ്യുകയോ കളപ്പുരയിൽ ശേഖരിക്കുകയോ ചെയ്യുന്നില്ല എന്നും പറയുന്നു. അടുത്ത ദിവസത്തെക്കുറിച്ച് അവർക്ക് ആശങ്കയില്ല. അവർ കർത്താവിൽ ആശ്രയിക്കുകയും സന്തോഷത്തോടെ പാടുകയും ചെയ്യുന്നു. നിങ്ങൾ പൂർണ്ണമായും കർത്താവിനെ മുറുകെ പിടിക്കുക. ആകാശത്തിലെ പക്ഷികൾക്ക് ഭക്ഷണം നൽകുന്ന സ്വർഗീയ പിതാവ് നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റും. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 6-ാം വാക്യത്തിൽ കർത്താവ് ചോദിക്കുന്നു, 2 കാശിന് 5 കുരിയലിനെ വിൽക്കുന്നില്ലയോ? അവയിൽ ഒന്നിനെ പോലും ദൈവം മറന്നു പോകുന്നില്ലല്ലോ എന്ന്. നിങ്ങളുടെ പിതാവിന്റെ ഇഷ്ടം കൂടാതെ അവയിൽ ഒന്നുപോലും നിലത്ത് വീഴുകയില്ല എന്ന് മത്തായി സുവിശേഷം 10-ാം അധ്യായം 29-ാം വാക്യത്തിലും കാണുന്നു. നമ്മുടെ സ്വർഗീയ പിതാവിന് ആ കുരുവികളോട് ഇത്രയധികം സ്നേഹവും കരുതലും ഉള്ളപ്പോൾ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട നിങ്ങളോട് അവൻ എത്രമാത്രം സ്നേഹം കാണിക്കും? അതെ, നിങ്ങളുടെ കർത്താവ് ഒരിക്കലും നിങ്ങളെ മറക്കില്ല. യെശയ്യാവ് 49-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ, സിയോനോ യഹോവ എന്നെ ഉപേക്ഷിച്ചു, കർത്താവ് എന്നെ മറന്നു കളഞ്ഞു എന്ന് പറയുന്നു. ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഇതാ, ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കൈയിൽ വരച്ചിരിക്കുന്നു. നിന്റെ മതിലുകൾ എല്ലായ്പ്പോഴും എൻ്റെ മുൻപിൽ ഇരിക്കുന്നു എന്ന്. വിഴുങ്ങലുകളെ നോക്കൂ. സങ്കീർത്തനക്കാരനായ ദാവീദ് സങ്കീർത്തനം 84-ാം അധ്യായം 3-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, കുരുകിൽ ഒരു വീടും മീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്കൊരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. എൻ്റെ രാജാവും എൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ നിന്റെ യാഗപീഠങ്ങളെ തന്നെ എന്ന്. തൻ്റെ ആലയത്തിൽ കുരുവികളും വിഴുങ്ങലുകളും പാടുന്നതും ദൈവത്തെ സ്തുതിക്കുന്നതും കണ്ടപ്പോൾ ദാവീദ് സ്വയം ചിന്തിച്ചു, ഈ ചെറിയ പക്ഷികൾക്ക് കർത്താവിൻ്റെ ആലയത്തെ ഇത്രയധികം സ്നേഹിക്കാൻ കഴിയുമ്പോൾ ഞാൻ അവൻ്റെ ബലിപീഠങ്ങളെയും പ്രാകാരങ്ങളെയും എത്രയധികം സ്നേഹിക്കണം. നമുക്ക് കർത്താവിൻ്റെ ആലയത്തിലേക്ക് പോകാം എന്ന് അവൻ അവരോട് പറഞ്ഞപ്പോൾ അവരുടെ ഹൃദയം സന്തോഷിച്ചു എന്ന് സങ്കീർത്തനം 122-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. ദൈവമക്കളെ, നിങ്ങൾ സങ്കീർത്തനക്കാരനെ പോലെ തീരുമാനിച്ചു പറയുമോ? സങ്കീർത്തനം 84-ാം അധ്യായം 10-ാം വാക്യത്തിൽ, നിന്റെ പ്രാകാരങ്ങളിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമല്ലോ. ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ പാർക്കുന്നതിനേക്കാൾ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ വാതിൽ കാവൽക്കാരനായിരിക്കുന്നത് എനിക്ക് ഏറെ ഇഷ്ടമെന്ന്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം യെശയ്യാവ് 31-ാം അധ്യായം 5-ാം വാക്യം. പക്ഷി ചുറ്റിപ്പറന്ന് കാക്കുന്നത് പോലെ സൈന്യങ്ങളുടെ യഹോവ യെരൂശലേമിനെ കാത്തുകൊള്ളും. അവൻ അതിനെ കാത്തുരക്ഷിക്കും, നശിപ്പിക്കാതെ അതിനെ പരിപാലിക്കും. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ 1 ദിനവൃത്താന്തം 4, 5, 6 അധ്യായങ്ങൾ. വൈകുന്നേരം യോഹന്നാൻ 6-ാം അധ്യായം 1 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.